നമ്മുടെ തൃശ്ശൂരിൽ നടക്കുന്ന ആദ്യത്തെ ഒരു മാരത്തോണാണ് കൾച്ചറൽ സിറ്റിയിൽ നടക്കുന്ന. നമ്മുടെ കുവൈറ്റിലെ എല്ലാ മലയാളീസും വർക്കൗട്ട് വാരിയേഴ്സ് എന്ന് പറയുന്ന മലയാളി ഗ്രൂപ്പുകൾ റണ്ണിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതും തൃശ്ശൂരിന്റെ സ്വന്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ തൃശ്ശൂർ നടത്തുന്ന ഈ മാരത്തണിലേക്ക് വർക്കൗട്ട് വാരിയേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ് തൃശ്ശൂർ മാരത്തോൺ. ഇന്നിവിടെ കുവൈറ്റില് ഞങ്ങൾ വർക്കൗട്ട് വാരിയേഴ്സ് ഗ്രൂപ്പ് 4 വർഷമായി ഈ ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ട്. അതിനുശേഷം ഞങ്ങൾ ഇന്നൊരു ഫൺ റണ്ണ് വെച്ചേക്കാം. 5K റണ്ണ്. അതിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജോബി സാറ് കോവിഡ് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. 50ാമത്തെ വയസ്സിൽ 6 പാക്ക് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ജോബി സാറാണ് നാട്ടിൽ നിന്ന് വന്നുള്ളത് ചീഫ് ഗസ്റ്റായിട്ട്. അപ്പോൾ 5K റണ്ണിൻ്റെ കാഴ്ചകളുണ്ട് ഈ വീഡിയോയിൽ. ഞങ്ങളുടെ വർക്കൗട്ട് വാരിയേഴ്സ് ഗ്രൂപ്പിനെ പറ്റി പറയാച്ചെങ്കിൽ വർഷത്തിലെല്ലാ ദിവസവും വ്യത്യസ്തമായ ചലഞ്ചുകൾ, സ്റ്റെപ്പ് ചലഞ്ച്, അതുപോലെ കാർഡിയോ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആക്റ്റീവായ ഗ്രൂപ്പാണ് വർക്കൗട്ട് വാരിയേഴ്സ്, ഊരങ്കടീസ് വർക്കൗട്ട് വാരിയേഴ്സ് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫൺ റൺ വയ്ക്കുന്നത് നമ്മുടെ ഔട്ട്ഡോർ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇടാം. സുനിൽഭായ്, നമ്മുടെ സാറിന്റെ ഫോട്ടോ വരച്ചെന്ന് പറഞ്ഞ ജോബി സാറിന്റെ കാർട്ടൂണാണ്. ആവട്ടെ സാർ ദീപശിഖ പിടിച്ച് ഓടുന്നത് എല്ലാവരും സൈനുണ്ട്. ആഹാ, ഇവിടെ ഉണ്ട്. ഇത് എത്ര ടൈം എടുത്തു വരയ്ക്കാനായിട്ട്? കുറേശ്ശായിട്ട് അപ്പൊ ഏകദേശം ഒരാഴ്ച മുന്നേ തുടങ്ങിയാ? അതിലിപ്പോ എല്ലാവരും സൈൻ എടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും സൈൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രെയിം ചെയ്തിട്ട് സാറിന് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെന്ന്. വർക്കൗട്ട് വാരിയേഴ്സ് സുനിൽ ഭായ് വരച്ച കാർട്ടൂൺ ചിത്രമുണ്ടോ സാറിന്റെ? കാരിക്കേച്ചർ എന്നല്ല പറയുന്നത്, കാരിക്കേച്ചർ.
up. Up. Down. Okay, opposite. Down. Morning warriors. Morning. Every long journey starts with a single step, right? എല്ലാ ദീർഘയാത്രയും ആരംഭിക്കുന്നത് ഒരേ ഒരു കാൽവെപ്പിലൂടെയാണ്. ഏകദേശം 4 വർഷം മുൻപ് ആരംഭിച്ച ഈ കാൽവെപ്പ് ഇന്ന് ഇവിടെ ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ അംഗങ്ങളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് പല അംഗങ്ങളും ഇത് കൂടിച്ചേർന്ന് ഇതാ ഈ അംഗങ്ങൾ വരെ ഇന്നലെ നമ്മൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു 90 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ജോബി സാറിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഈ 4 വർഷം നമ്മളിത് തുടരെ ആൾക്കാർ കൂടിയെന്നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല ഇന്ന് ഇതുവരെ. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ഔട്ട്ഡോറിലൊരു റണ്ണ് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ ഇന്ന് എല്ലാവർക്കും നമസ്കാരം. ഒരു സ്പോൺസർ എന്നതിലൊന്നല്ല നമ്മൾ നിൽക്കുന്നത് കേട്ടോ. തുടക്കം തൊട്ടിട്ട് തന്നെ ഈ വർക്കൗട്ട് വാരിയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ റൂമിൽ നിന്ന് തുടങ്ങിയ ഒരു വർക്കൗട്ട് ഇപ്പോൾ ഇത്രയും വ്യാപിച്ച് എത്ര അധികം ആൾക്കാർ കുറേ മെമ്പേഴ്സായിട്ട് നല്ല രീതിയിൽ പോകുന്നത് എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോൺസറായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കുടുംബം അതാണ്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്കാണ് പുള്ളി സ്പോൺസർ എന്ന് പറഞ്ഞത്. നമ്മളിവിടെ ഒരു കൊമേഴ്ഷ്യൽ ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. സ്പോർട്സിനോടുള്ളൊരു ഇഷ്ടം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ ഈ കഴിഞ്ഞൊരു 6 മാസമായിട്ട് നിങ്ങളുടെ കൂടെ അടുത്ത ഈ ഒരു വർഷാകുമ്പോഴേക്കും ഡ്യൂട്ടി ആവാൻ വേണ്ടി പിന്നെ ഇങ്ങനൊരു ഉദ്യമത്തിന് ഇന്നത്തെ ഒരു ദിവസത്തിന് ഇതിൻ്റെ ലീഡർ ഇതിൻ്റെ തുടക്കം മുതൽ അതായത് 90 days ചലഞ്ച് മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് 90 days ചലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് അവസാനിച്ചു. അതായത് ഞാനിത് തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വയറൊക്കെ തള്ളിയിട്ട് നേർന്ന ആളാണ്. അത് കഴിഞ്ഞ് ഒരു 90 days ചലഞ്ച് ഞാൻ ഇങ്ങനെയായി. വീണ്ടും ഞാൻ ഈ അവസ്ഥ ആദ്യമായി നമുക്ക് നന്ദി പറയാനുള്ളത് പൂരംകടീസിനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരംകടീസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായതിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാവാനായിട്ടുള്ള തുടക്കം ഉണ്ടായത്. നമ്മൾ കോവിഡ് സമയത്ത് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങളായിട്ട് വീടുകളിൽ ഒതുങ്ങി കൂടിയിരുന്ന സമയത്ത് അത് ഒന്ന് കോവിഡ് അണഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് കൂടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബോളിവാർഡിലേക്ക് വിളിച്ചിട്ട് അവിടെ മെഡിക്കൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. ഫിസിയോളജിക്കൽ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ. നമ്മുടെ ബോഡിയുടെ അകത്ത് 65% വാട്ടർ. ഓക്കെ, അത് ടേൺ ചെയ്താൽ 5 liters ബ്ലഡ് മാത്രമേ ഉള്ളൂ. 70 kilos ബോഡി, ഓൺലി 5 liters ബ്ലഡ്. അപ്പോൾ ഈ ബ്ലഡ് എല്ലായിടത്തും ഒരു സമയത്തിന് പോകാൻ ഒക്കത്തില്ല. When you are eating, it goes to the stomach. When you are sleeping, it goes to the stomach. When you are on the mobile, it goes to the brain. Doesn't go to the legs because there is not enough blood. എന്ന് പറയുന്നത് നമ്മളൊരാളെ ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നീഡ് പ്രാക്ടീസ്. ഒരു ടഫായിട്ട് ഫീൽ ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ബീറ്റ് സംവൺ നീഡ് പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ പതുക്കെ പോകാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾക്കൊരു ചെറിയൊരു പേസ് ഉണ്ട്. ആ പേസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ഈസിയായിട്ട്. അപ്പോൾ അതിനെ നിങ്ങൾ എപ്പോഴും പോളിഷ് ചെയ്യാം. അതിനെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം. അതിനെ നിങ്ങൾ സ്നേഹിക്കുക. ലവ് യുവർ ഹാർട്ട് എന്ന് പറയുന്നത് സാറ് പറഞ്ഞത് വളരെ
ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ഫിസിയോളജിക്കൽ അനാറ്റമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ശരിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യില്ലേ നമ്മൾ? എന്താ പറയണേ, എന്താ പറയണത്, 85 കിലോനാണ്. 4 months എൻ്റെ വെയിറ്റ് എനിക്ക് 65-ലേക്കാണ്. ആദ്യമായിട്ടാണ് ഇതിലേക്ക് മീൻസ് ഈ ഒരു എന്താ പറയുക ഗാദറിങ്ങിൽ വരുന്നത്. 30 days ഫിറ്റ്നസ് ചാലഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഹാഫ് ആൻ അവർ പ്രോഗ്രാം തുടങ്ങിയത് 30 days നമ്മൾ കണ്ടിന്യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഡെയിലി രാവിലെ സാറിനെ എന്നും കാണും വീഡിയോയിൽ, ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. കേരളമൊക്കെ അവരെല്ലാവരും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 കാര്യങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്, നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടെ തുടങ്ങിയെന്ന് തൊട്ട് 4 വർഷമായി, 4ാമത്തെ വർഷത്തേക്ക് കിടക്കും, 3 വർഷം കഴിഞ്ഞു. തുടങ്ങിയെന്ന് തൊട്ടുള്ള 10,000 സ്റ്റെപ്പിൻ്റെ 2-3 സ്റ്റെപ്പ് കഴിഞ്ഞ് നിർത്തുന്ന ആൾക്കാരാണ്. നമുക്ക് അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു 4ാമത്തെ വർഷമാണ്. 4ാമത്തെ വർഷത്തിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചെയ്യാം. നമുക്ക് കുറച്ച് സമയമുള്ളൂ, അതിനുള്ള സമയം കാര്യമായിട്ട് ചെയ്യുക. ഈ 10,000-ൽ നിർത്താതെ നമ്മൾ 10,000 വെച്ചിട്ടുള്ള എല്ലാവരും ഈ യാത്രയിൽ ഒരുമിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ 10,000 വെച്ചിട്ടുള്ളത്. 10,000 സ്റ്റെപ്പ് നമ്മുടെ ഡ്യൂട്ടിയിൽ തന്നെ ഇരുന്നടിച്ച് കഴിഞ്ഞാൽ 5,000-6,000 എല്ലാവർക്കും വേണ്ടി ഞാൻ മൊമെന്റ് കൊടുക്കുകയാണ്. നന്ദി ഞാൻ തന്നെ പറയാൻ എല്ലാവരോടും. എന്തായാലും ഇങ്ങനെ ഒരു ഇത് തുടങ്ങി വെച്ച് ജോയേട്ടനോട് ഫസ്റ്റ് താങ്ക്സ്, ജോബി സാറിനോടും. എല്ലാവരും പറഞ്ഞ കഥകളാണ് ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും എത്തിച്ച്. എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്രയും ഹാപ്പിയാണ്. അതുപോലെ എല്ലാവരും ഓരോ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ഓരോരുത്തരും ഇതുപോലെ വർക്കൗട്ടിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മളുടെ, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ഒരാൾ